ഹായ്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ വീട്ടിലാണ് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ 2 ദിവസം റെസ്റ്റ് എടുക്കാമെന്നും പറഞ്ഞ്. അപ്പോൾ എന്താ ഞാൻ ചേട്ടന് വൈകിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് കേട്ടോ. എന്നും ഇങ്ങനെ അസുഖമൊക്കെ ആയതുകൊണ്ട് എനിക്ക് മനസ്സിനൊരു സമാധാനം കിട്ടണമെങ്കിൽ അമ്പലത്തിൽ പോകണം കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ ഓച്ചറ അമ്പലത്തിലാണ് വന്നത്. അപ്പോൾ അച്ഛനും മക്കളോട് ഇങ്ങനെ നടക്കുന്നുണ്ട്. മക്കളുടെ പ്രധാന ലക്ഷ്യം അച്ഛൻ്റെ കൂടെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെന്നാണ് കേട്ടോ. അപ്പോൾ ചേട്ടനിപ്പം നാട്ടിൽ വന്നിട്ടുള്ളത് ചേട്ടൻ്റെ അമ്മ മരിച്ച്, അതുകൊണ്ടാണ് ചേട്ടൻ നാട്ടിൽ വന്നത്. അങ്ങനെ 17 കഴിഞ്ഞിട്ട് അമ്പലത്തിലൊക്കെ പോകാമെന്നും പറഞ്ഞിരുന്നതായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിലാണ് എനിക്ക് വയ്യാണ്ടായത്. അപ്പോൾ അതാ ഞങ്ങൾ അത് എല്ലാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അമ്പലത്തിൽ വന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ വന്നപ്പോൾ നിറയെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അച്ഛനെ സോപ്പിട്ട് മക്കൾ കുറേ കളിപ്പാട്ടമൊക്കെ കൈക്കലാക്കിയിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ അടുത്താകുമ്പോൾ എല്ലാം നടക്കുമല്ലോ, അതുകൊണ്ട് കുറേ കളിപ്പാട്ടങ്ങൾ മേടിച്ച് കൈ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടുപേരും. ഞങ്ങൾ പിന്നെ ഇവിടെ എല്ലാം നടന്നൊന്ന് തൊഴുത് അത് കഴിഞ്ഞപ്പോൾ ഇതാ കളിപ്പാട്ടമൊക്കെ ഒരു 5-6 എണ്ണമൊക്കെ മേടിച്ച് കൈ വെച്ച് ഞങ്ങൾ വെള്ളം കുടിക്കാമെന്ന് വെച്ചപ്പോൾ ഞാൻ അകത്തുനിന്നൊന്നും വെള്ളം കുടിക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ പുറത്ത് വന്നിട്ടാണ് വെള്ളം കുടിച്ചത്. എന്നിട്ടും ഇളയാളിന് വെള്ളം വേണ്ട, കാരണം അയാൾക്ക് ആ കളിപ്പാട്ടം ഒന്ന് പൊട്ടിക്കണം, അവിടെ ഒന്ന് കുരുത്തക്കേട് കാണിക്കണം. അതിൻ്റെ ഇടയിൽ കൈ മുറിഞ്ഞെന്നും പറഞ്ഞ് ഒരു ബാൻഡേജൊക്കെ മേടിച്ച് കൈ വെച്ചിട്ടുണ്ട് കേട്ടോ. ആളാണ് ഭയങ്കര കളിപ്പാട്ടമൊക്കെ കിട്ടിയില്ലേ, അതൊന്ന് പൊട്ടിക്കണം അതിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ വീട്ടിലോട്ട് വരുന്നിടയിൽ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് മേടിക്കാമെന്നും കരുതി മേടിക്കാനായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അച്ഛനും മക്കളും വണ്ടിയിൽ തന്നെ നിന്ന് ഞാനാ പോയി ഫുഡ് മേടിച്ചേട്ടാ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.